കളിയാട്ടവും തെയ്യങ്ങളും ഉത്തര കേരളത്തിലും കർണാടകത്തിലും ആരാധനാ പ്രചാരത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പങ്ങളെയാണ് തെയ്യം എന്നറിയപ്പെടുന്നത്. തെയ്യത്തിൻ്റെ നർത്തനത്തെ തെയ്യാട്ടം എന്നും തെയ്യത്തിന് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെ തെയ്യക്കോലം എന്നും അറിയപ്പെടുന്നു. മതപരമായ ആചാരങ്ങൾ നിറഞ്ഞ തെയ്യം അനുഷ്ഠാനത്തിൽ മന്ത്രപരവും തന്ത്രപരവും കർമ്മപരവും വ്രതപരമായ അനുഷ്ഠാനങ്ങൾ ഇടകലർന്നു ചേരുന്നതാണ്. ഓരോ തെയ്യത്തിൻ്റെയും ഉദ്ഭവം നോക്കുകയാണെങ്കിൽ അതത് ദേശവും കാലഘട്ടവും അനുസരിച്ചുള്ള പല ഐതിഹ്യങ്ങളും ഇതിന് പിന്നിലുണ്ട്. മതപരമായ ഒരു പ്രതിച്ഛായയ്ക്ക് പുറമെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആർട്ട് ഫോം കൂടെയാണ് തെയ്യം ഇന്ന്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെയ്യത്തിൻ്റെ പൂർണ്ണ ഫോം അല്ല, അതിൻ്റെ ബാല്യകാലമായ വെള്ളാട്ടമാണ്. തെയ്യാട്ടത്തിൽ അതിപ്രധാനമായ തോറ്റം ചടങ്ങിൻ്റെ മറ്റൊരു രൂപമാണ് വെള്ളാട്ടം. തോറ്റം പോലെ തന്നെ പ്രധാന തെയ്യം ഇറങ്ങുന്നതിന് മുന്നെയാണ് വെള്ളാട്ടം ഇറങ്ങുന്നത്. കെട്ടിയാടാൻ പോകുന്ന തെയ്യത്തെക്കുറിച്ചും അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വായ്പാട്ടാണ് തോറ്റം എന്ന് പറയുന്നത്. എന്നാൽ വെള്ളാട്ടം എന്നത് കെട്ടിയാടാൻ പോകുന്ന തെയ്യത്തിൻ്റെ വളരെ ലളിതമായ ഇളം കോലം അല്ലെങ്കിൽ ചെറിയ തെയ്യം എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. ഈ ശൈവാംശ ദേവന്മാരുടെയും വീരപുരുഷന്മാരുടെയും തെയ്യങ്ങളിലാണ് വെള്ളാട്ടം പൊതുവെ ഉണ്ടാവുന്നത്. ചെണ്ടവാദ്യങ്ങളുടെ അകമ്പടിയോടെ തെയ്യാട്ടക്കാവിലെ വെള്ളാട്ടം നിറഞ്ഞാടുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെയ്യം എന്നത് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിപ്പോഴും പൂർണ്ണമായി തെയ്യം കാണാൻ സാധിച്ചിട്ടില്ല. അടുത്ത വർഷം ഒരുപക്ഷെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ട്. മജ.